ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള A+ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു 20 മാർക്കോളം നേടാനുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഇത് അസെറ്റ് ആക്കാൻ പോവാണ്. റെഡി അല്ലേ? തുടങ്ങാം. AB നോക്ക്, ചിത്രത്തിൽ ഇതാ ഈ 3 ലൈനുകൾ പാരലലാണ്. ABന്റെ നീളം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 2 സെന്റിമീറ്റർ. AB എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 സെന്റിമീറ്റർ. റെഡി അല്ലേ? 2 സെന്റിമീറ്റർ. അതുപോലെ AC തന്നിട്ടുണ്ട്. 5 സെന്റിമീറ്റർ. AC എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ BC എത്രയാ? 3 സെന്റിമീറ്റർ. സംശയമുണ്ടോ? BC 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, ABയും BCയും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 2:3. 2:3. സിമ്പിൾ. 2:3. ശരിയല്ലേ? 2:3. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതാ പിടിച്ചോ. PQ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതി വെക്കാം, 2x ആണ്. QR എന്ന് പറയുന്നത് 3x ആണ്. കാരണം ABയും BCയും തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് PQയും QRും തമ്മിലുള്ള റേഷ്യോ. അത് എത്രയാ? 2:3. അതുകൊണ്ട് PQ നമുക്ക് 2x ആണെന്ന് എടുക്കാം, QR എന്ന് പറയുന്നത് 3x ആണെന്ന് എടുക്കാം. സിമ്പിൾ. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ത്? PR എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. PR എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. PR എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. PR എന്ന് പറഞ്ഞാൽ PQ പ്ലസ് QR ആണ്. ശരിയല്ലേ? PQ എന്ന് പറയുന്നത് 2x, QR എന്ന് പറയുന്നത് 3x കൂട്ടിക്കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ. ശരിയാണോ? 2x 3x കൂട്ടിയാൽ 5x 10. അതിൽ നിന്ന് x എത്രയാ? 10/5, അതായത് 2. ശരിയല്ലേ? 2. സെറ്റ് ആണോ? x 2 ആണ് എന്ന് നമുക്ക് കിട്ടി. x 2 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ എന്താ? QRന്റെ നീളം 3x എന്ന് പറഞ്ഞാൽ 3 × 2, അതായത് 6 സെന്റിമീറ്റർ. എത്രയാണ്? 6 സെന്റിമീറ്റർ. സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ചോദ്യം ചെയ്തെടുക്കാം. സെറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് 7 മണിക്കാണ് നമ്മളുടെ ലൈവ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അടിപൊളിയായിട്ട് ഫുൾ സെറ്റായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചേ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ചിത്രത്തിൽ DE എന്ന് പറയുന്നത് BCക്ക് സമാന്തരമാണ്. DE എന്ന് പറയുന്നത് BCക്ക് പാരലലാണ്. DE ഈസ് പാരലൽ ടു BC. ഓക്കെ, അത് നമുക്ക് ഓക്കെ. CD എന്ന് പറയുന്നത് EFനും പാരലലാണ്. ഓക്കെ, സെറ്റാണ്, അതിലൊന്നും പ്രശ്നമല്ലേ. ഇനി AD നിങ്ങളോട് പറയാണ്. AD എന്ന് പറയുന്ന നീളം 6 സെന്റിമീറ്റർ. AF എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ. AF 2 സെന്റിമീറ്റർ ആണെങ്കിൽ FD എത്രയാ മക്കളെ? FD 2 എത്ര കൂട്ടിയാൽ 6 കിട്ടുക? 4. ശരിയല്ലേ? FD എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി 1 മാർക്ക്. സിമ്പിൾ. ഇനി മക്കളെ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഈ 2 ലൈൻ പാരലലാണ്. ഏത് 2 ലൈൻ പാരലലാണ്? EF എന്ന് പറയുന്ന ലൈന് CDക്ക് പാരലലാണ്. EF എന്ന് പറയുന്നത് CDക്ക് പാരലലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? AF/FD എന്ന് പറയുന്നതും AF/FD എന്ന് പറയുന്നതും AE/EC എന്ന് പറയുന്നതും സെയിം ആണ്. പാരലൽ ലൈനുകൾ കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AF/FD എന്ന് പറയുന്നതും AE/EC എന്ന് പറയുന്നതും സെയിം ആണ്. സോ AF എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 2 ആണ്. FD എന്ന് പറയുന്നത് 4 ആണ്. 2/4 ഈസ് ഈക്വൽ ടു AE/EC. ശരിയാണോ? ശരിയല്ലേ? ദാറ്റ് ഈസ് 2/4 ഈസ് ഈക്വൽ ടു AE/EC. ഈ 2/4നെ ചെറുതാക്കിയാൽ എങ്ങനെ എഴുതാം? 2/4നെ നിങ്ങൾ ചെറുതാക്കിയാൽ നിങ്ങൾക്ക് എഴുതാം 1/2. ശരിയാണോ? 2/4 എന്നുള്ളത് ചെറുതാക്കിയാൽ 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു AE/EC. AE/EC എന്ന് പറയുന്നത് 1/2. അതുകൊണ്ട് തന്നെ AEയും
ഈസിയും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 1:2. റേഷ്യോ എത്രയാണ്? 1:2 ആണ് റേഷ്യോ എന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റ് ആണോ? 1:2 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്, എയും ഈസിയും തമ്മിലുള്ള റേഷ്യോ. ഇനി എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണേ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കുക. ഈ സി ബി സിയും ഡിഇയും പാരലൽ അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഡിഇ ബി സിക്കും പാരലൽ ആണ്. സി ഡി ഈസ് പാരലൽ ടു ഇഎഫ്, ഡിഇ ഈസ് പാരലൽ ടു ബി സി. അതുകൊണ്ട് തന്നെ നമുക്കൊരു റേഷ്യോ ചെയ്താലോ? എല്ലാരും ശ്രദ്ധിച്ചേ, എല്ലാരും ശ്രദ്ധിച്ചോ. ഡിഇ എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? എ ഡി ബൈ ഡി ബി. മക്കളെ നോക്കിക്കേ, എ ഡി ബൈ ഡി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ഇവിടെ നോക്ക്, ഇപ്പുറത്തുള്ള കഷ്ണം ഏതാ? എ ഇ, ഇവിടെ ഇ സി. ശരിയല്ലേ? ഇസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി. പാരലൽ ലൈനുകൾ കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോല. അതുകൊണ്ട് എ ഡി ബൈ ഡി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? എ ഇ ബൈ ഇ സിക്ക്. നമുക്കറിയാം എ ഇ ബൈ ഇ സി 1/2 ആണ്. എ ഇ ബൈ ഇ സി 1/2. അപ്പോ നമുക്ക് എന്ത് കിട്ടും? എ ഡി ബൈ ഡി ബി ഇസ് ഈക്വൽ ടു 1/2. നമുക്ക് എന്ത് കാണണ്ട? നമുക്കിനി എ ബി ആണ് കാണേണ്ടത്. അതിന് നമുക്ക് ഡി ബി കൂടെ കിട്ടിയാൽ മതി. എ ഡി നമുക്കറിയാം, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, എ ഡി 6 ആണ്. സോ 6/db ഇസ് ഈക്വൽ ടു 1/2. ശരിയല്ലേ? 1നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 6 കിട്ടുക? 1നെ 6 കൊണ്ട്. അപ്പൊ 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് db കിട്ടും. db എന്ന് പറയുന്നത് 2 × 6 12 സെന്റിമീറ്റർ. db എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ. AD എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. സോ AB ഇസ് ഈക്വൽ ടു AD പ്ലസ് DB. ശരിയല്ലേ? AD പ്ലസ് DB, അതായത് 6ഉം 12ഉം കൂടെ കൂട്ടിയാൽ 18 സെന്റിമീറ്റർ. ആൻസർ 18 സെന്റിമീറ്റർ. 4 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ ആണല്ലോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു മോഡൽ ഒന്നുകിൽ ഈ മോഡലിലേക്ക് വരും, അല്ലെങ്കിൽ ഈ ഭാഗത്തുനിന്ന് സെൻട്രോയിഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. ഈ രണ്ടിലേതെങ്കിലും ഒന്നാണ് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ സാധാരണ ഹാഫ് ഇയർലി എക്സാമിനാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ടാവാറ്. ഇപ്രാവശ്യം ഓണം എക്സാമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. റെഡിയല്ലേ? ഇവിടെ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോ. എസ് പി ക്യു ആർ എല്ലാം എന്താണ്? മധ്യബിന്ദുക്കളാണ്, വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. അപ്പോ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ട്രയാങ്കിളാ. ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ അത് നോക്കണ്ട. അതിന് മുമ്പ് നമുക്ക് ഒറ്റ ട്രയാങ്കിൾ നോക്കാം. കാരണം ആദ്യത്തെ ചോദ്യം പി ക്യൂവിന്റെ നീളമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ പി ക്യു വരുന്ന ട്രയാങ്കിൾ ഏതാ? എ ബി സി. ശരിയല്ലേ? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും മധ്യബിന്ദുവാണ്. പി ആൻഡ് ക്യൂ ആർ മിഡ് പോയിന്റ്സ്. ശരിയല്ലേ? പിയും ക്യൂവും രണ്ട് സൈഡിന്റെ മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? പി ക്യു എന്ന് പറയുന്നത് എ സിന്റെ പകുതി ആയിരിക്കും. പി ക്യു എന്ന് പറയുന്നത് എ സിന്റെ പകുതി ആയിരിക്കും. പി ക്യു എന്ന് പറയുന്നത് എ സിക്ക് സമാന്തരവുമായിരിക്കും. ശരിയാണോ? പി ക്യു എന്ന് പറയുന്നത് എ സിയുടെ പകുതി ആയിരിക്കും. പി ക്യു എന്ന് പറയുന്നത് എ സിക്ക് സമാന്തരവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ പഠിച്ചു വെക്കണം. എന്ത്? ഇവിടെ എ സി 10 ആണെങ്കിൽ പി ക്യു എത്രയാ? പി ക്യു എന്ന് പറയുന്നത് 10ന്റെ പകുതി, അതായത് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ. എ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. എ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇതിന് ഞാൻ 1 എന്ന് നമ്പർ അവിടെ കൊടുത്തു വെക്കുന്നു. ഓക്കെ ആണേ? ഓക്കെ ആണേ? ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ. അടുത്ത ട്രയാങ്കിൾ നമുക്ക് നോക്കാം. എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ എ സി ഡി, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിങ്ങൾക്ക് കാണാം എസ് കോമ ആർ, എസ് ആൻഡ് ആർ ആർ മിഡ് പോയിന്റ്സ്. ശരിയല്ലേ? എസും ആറും മധ്യബിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എസ് ആർ ഈസ് ഈക്വൽ ടു എ സി ബൈ 2. ശരിയാണോടാ?
എസും ആറും മധ്യബിന്ദു ആയതുകൊണ്ട് എസ് ആറിന്റെ നീളം എന്ന് പറയുന്നത് എ സിന്റെ പകുതിയാണ്. അതുപോലെ എസ് ആർ ഈസ് പാരലൽ ടു എ സി. എസ് ആറിന്റെ നീളം എന്ന് പറയുന്നത് എ സിന്റെ പകുതിയാണ്. എസ് ആർ എന്ന് പറയുന്നത് എ സിക്ക് സമാന്തരവുമാണ്. നോക്ക്. സോ മക്കളെ, നമ്മൾ ഈ പി ക്യു ആർ എസിനെ ഒന്ന് നോക്ക്. പി ക്യു ആർ എസ്, ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്നതിൽ എല്ലാരും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിക്കോ. ഇവിടെ എസ് ആറും അതുപോലെ എല്ലാരും ശ്രദ്ധിച്ചേ, ഫ്രം 1 and 2. എസ് ആർ എന്ന് പറയുന്നതും പി ക്യു എന്ന് പറയുന്നതും AC/2 ആണ് അല്ലെ, രണ്ടും എ സിന്റെ പകുതിയാണ്. അതുപോലെ എസ് ആർ എന്ന് പറയുന്നതും പാരലൽ ടു എ സി ആണ് ആൻഡ് പി ക്യു എന്ന് പറയുന്നത് പാരലൽ ടു എ സി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എസ് ആർ ഈസ് പാരലൽ ടു പി ക്യു. എസ് ആർ പി ക്യൂന് പാരലലാ. എസ് ആറും പി ക്യൂം രണ്ടാളും എ സിക്ക് പാരലാണ്. എസ് ആറും പി ക്യൂം രണ്ടാളും എ സിക്ക് പാരലാണ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡുകൾ, എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായാൽ, ഇവിടെ പാരലലുമാണ് ഈക്വലുമാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore PQRS is a parallelogram. എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായതുകൊണ്ട് PQRS എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. PQRS എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്, സാമാന്തരികമാണ്. ഒരു സാമാന്തരികമാണ് എന്ന് മലയാളം മീഡിയംകാർക്ക് എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അടുത്ത ചോദ്യം. ഇപ്പൊ എ സി എന്ന് പറയുന്ന വികരണവും ബി ഡി എന്ന് പറയുന്ന വികരണവും തുല്യമായാൽ മക്കള് മനസ്സിലാക്കിക്കോ, നമുക്ക് കിട്ടി പി ക്യു എന്ന് പറയുന്നതും എസ് ആർ എന്ന് പറയുന്നതും എ സിന്റെ പകുതിയാണ്. അതുപോലെ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും പി എസ് എന്ന് പറയുന്നതും ക്യു ആർ എന്ന് പറയുന്നതും ബി ഡിന്റെ പകുതിയാണ്. ഇവിടെ എ സിയും ബി ഡിയും ഈക്വൽ ആയാൽ ഈ 4 സൈഡും ഈക്വൽ ആകും. 4 സൈഡും ഈക്വൽ ആയാൽ അതിനെന്ത് വിളിക്കാം, റോംബസ് എന്ന് വിളിക്കാം, അഥവാ സമഭുജ സാമാന്തരികം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ചെയ്താൽ പി എസ് എന്ന് പറയുന്നതും ക്യു ആർ എന്ന് പറയുന്നതും ബി ഡിന്റെ പകുതിയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എ സിയും ബി ഡിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ അതൊരു എന്താകും, സാമാന്തരികം എന്ന് പറയുന്നത് സമഭുജ സാമാന്തരികം. ഓർത്ത് വെക്കണേ. യെസ്. ഇനി ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിലെ, ഒരു ത്രികോണത്തിലെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവിനെ എതിർമൂലയുമായി യോജിപ്പിക്കുന്ന വര, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്താ വിളിക്കുക, മീഡിയൻ. ശരിയല്ലേ? ഈ എന്താണ്, മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ്. ശരിയല്ലേ? മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റിനെ ഓപ്പോസിറ്റ് വേർട്ടെക്സുമായി യോജിപ്പിക്കുന്ന ആ വരേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്താണ് വിളിക്കുക, മീഡിയൻ അഥവാ നടുവര. ഇതുപോലെ ഡി എന്ന് പറയുന്ന മറ്റൊരു മധ്യബിന്ദുവാണ്, എതിർമൂലയുമായി യോജിപ്പിക്കുന്ന വര എ ഡി. ഓക്കെ, ഈ 2 മീഡിയൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ജി. ആ പോയിന്റിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു, ഈ ജി എന്ന് പറയുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. ശരിയല്ലേ? എന്താ വിളിക്കുക, സെൻട്രോയിഡ്. ഓർമ്മയല്ലേ? അഥവാ മധ്യമ കേന്ദ്രം. ഈ ഒരു കാര്യം നമുക്കറിയാം. ഈ മധ്യമ കേന്ദ്രം ഈ മീഡിയനെ 2 കഷ്ണാക്കുന്നുണ്ടല്ലോ, എ ജിയും അതുപോലെ ജി ഡിയും. ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാ, വലിയ കഷ്ണം 2, ചെറിയ കഷ്ണം 1, 2:1. റേഷ്യോ എത്രയാണ്, 2:1 ആണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. 2:1. ഓക്കെ ആണല്ലോ. എ ജിയും ജി ഡിയും തമ്മിലുള്ള റേഷ്യോ എത്രയാ, 2:1 ആണ്. ഇതിലൊരു സംശയവും ആർക്കുമില്ലല്ലോ, ഇതിലൊരു ഡൗട്ടും ആർക്കുമില്ലല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് മുൻ വർഷങ്ങളിൽ 2022 ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2022 ഡിസംബറിൽ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ എ ഡി എന്ന് പറയുന്നതും മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മളിപ്പോ പഠിച്ച മീഡിയൻ ആണ് ഈ കാണുന്ന എ ഡി. എന്താ, മീഡിയൻ. എ ഡി എന്ന് പറയുന്നത് മീഡിയൻ ആണ്.
AD മീഡിയൻ. അങ്ങനെയാണെങ്കിൽ ജി എന്ന് പറയുന്നത് ജിയിലാണ് ഈ രണ്ട് മീഡിയനും കൂട്ടിമുട്ടുന്നത്. BE എന്ന് പറയുന്ന മറ്റൊരു മീഡിയൻ, അത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ജി. അപ്പോ AGയും GDയും തമ്മിലുള്ള റേഷ്യോ എത്രയാ? നമ്മളിപ്പോ പഠിച്ചു 2:1. 2:1. സംശയമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഇയും ഡിയും മിഡ് പോയിന്റ് ആണെന്നൊക്കെ ചോദിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെ. ഇയും ഡിയും എന്ന് പറയുന്ന രണ്ടും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്, എസിന്റെയും ബിസിന്റെയും. ശരിയല്ലേ? അതുപോലെ എക്സും വൈയും AGന്റെയും അതുപോലെ GBന്റെയും മിഡ് പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്ക്, AD എന്ന് പറയുന്നത് 18 സെന്റിമീറ്റർ ആണ്. AGയും GDയും തമ്മിലുള്ള റേഷ്യോ 2:1 ആയതുകൊണ്ട് നമുക്ക് പറയാം AG എന്ന് പറയുന്നത് 2x ആണ്, GD എന്ന് പറയുന്നത് x ആണ്. റേഷ്യോ 2:1 ആയതുകൊണ്ട് നമുക്ക് എടുക്കാം AG 2x ആണ്, GD 1x ആണ്. 2:1, ഒന്ന് 2x മറ്റേത് x. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ AGയും GDയും കൂടെ ചേർന്നാൽ എന്തായി? AD ആയി. 2xും xും 18, അതായത് 3x 18. അപ്പൊ x എത്രയാ? 18/3, അതായത് 6. ശരിയല്ലേ? 18/3, അതായത് 6 എന്ന് നിങ്ങൾക്ക് കിട്ടും. x. അപ്പൊ 2x ആയ AG എത്രയാ? x 6 ആണെങ്കിൽ AG എന്ന് പറയുന്നത് 2x ആണ്. 2 × 6 12 സെന്റിമീറ്റർ. എത്രയാണ്? 12 സെന്റിമീറ്റർ. അതുപോലെ GD എന്ന് പറയുന്നത് x ആണ്. x എത്രയാ? 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ. സിമ്പിൾ അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ബി ക്വസ്റ്റ്യൻ ചെയ്തേ. ഇനി AB 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, AB എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ DE എന്ന് പറയുന്നത് എത്രയാടാ? നോക്ക്, ഡിയും ഇയും മധ്യബിന്ദുവാണ്. അപ്പൊ DE എന്ന് പറയുന്നത് ABന്റെ പകുതി, 10ന്റെ പകുതി 5 സെന്റിമീറ്റർ. ശരിയല്ലേ? 10ന്റെ പകുതി 5 സെന്റിമീറ്റർ. നമുക്കറിയാം ഡിയും ഇയും മധ്യബിന്ദുവാണെങ്കിൽ അത് യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന്റെ പകുതിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ AGB എന്ന് പറയുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ട് അവിടെ. എടാ, AGന്റെ മിഡ് പോയിന്റ് ആണ് x, GBന്റെ മിഡ് പോയിന്റ് ആണ് y. രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് എക്സും വൈയും. ഓക്കെ, എക്സും വൈയും മിഡ് പോയിന്റ്സ് ആണ്. അങ്ങനെ മിഡ് പോയിന്റ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? XY എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ABന്റെ പകുതി. XY എന്ന് പറയുന്നത് ABക്ക് സമാന്തരമായിരിക്കും, ABന്റെ പകുതിയായിരിക്കും. അതായത് 10ന്റെ പകുതി എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ. സോ ഇത്രയും ചെയ്താൽ 5 മാർക്ക് സെറ്റ് ആണ്. 5 മാർക്ക് സെറ്റ് ആണ്. ഇനി നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മക്കളെ, നിങ്ങളോട് ഞാൻ പറയാണേ, BE എന്ന് പറയുന്നത്, മക്കളെ ചോദ്യത്തില് BE എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണെങ്കിൽ, BE എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് BG എത്രയാണ്, അതുപോലെ GE എത്രയാണ്. ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ലൈവിൽ പഠിക്കാം. കൃത്യം 7 മണിക്കാണ് നമ്മളുടെ ലൈവ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ആൻസർ കമന്റ് ചെയ്യുക. BE 24 ആണെങ്കിൽ എത്രയാണ് BG, എത്രയാണ് GE കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.